ില്ല. നാളെ നിന്റെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോകുമ്പോൾ കബറാളികൾ പോലും നിന്നെ ശപിക്കും. എടാ നശിച്ചവനെ, അള്ള തന്ന അവസരം കളഞ്ഞല്ലോടാ. റബ്ബ് നിനക്കൊരുപാട് അവസരം തന്നില്ലേ, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഞങ്ങൾക്ക് പോലും തൗബ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അള്ള നിനക്ക് ചാൻസ് തന്നിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങളെ, പാപം ചെയ്തവരാ നമ്മളൊക്കെ. അള്ളാനോട് പറ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. കാശ് കൊടുക്കണ്ടല്ലോ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗബേന. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവം അള്ളാഹു പുറത്തു തരും. പക്ഷെ നമ്മുടെ ഉമ്മമാർ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാ, കയ്യിലോട്ട് മറ്റേ തസ്ബീഹ് അസ്തഗ്ഫിറുല്ലാഹ് 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 അടിയ. ടി വിയുടെ മുന്നിലിരുന്ന് അസ്തഗ്ഫിറുല്ലാഹ്, പരദൂഷണം പറയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പറഞ്ഞു, തെറ്റുകൾ കണ്ട അസ്തഗ്ഫിറുല്ലാഹ് പറയണം. പണ്ടൊരു ഉസ്താദ് വഴുത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഉസ്താദ് ഔറത്ത് മറയ്ക്കാതൊക്കെ നടന്നു പോകുന്നു, അപ്പോൾ നമ്മളെന്ത് കണ്ട അസ്തഗ്ഫിറുല്ലാഹ് പറയണം. പിറ്റേ ദിവസം കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ പോസ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവരും ചോദിച്ചു എവിടെ എളിയാന്ന്, എല്ലാവരും ചോദിച്ചു എവിടെയെന്ന്. കാരണം എന്താ? ഉസ്താദ് പറഞ്ഞെന്താ, എന്തെങ്കിലും തെറ്റ് കണ്ട അപ്പോഴും അതാ നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ്, നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ് ഒന്നും പറയാതിരിക്കല നല്ലത്. എല്ലാവർക്കും അറിയാൻ ചെയ്യണത് പാപമാണെന്നറിയാം, തിരുത്താൻ മനസ്സില്ല. ചെയ്യുന്നത് തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനേക്കാളും വലിയ അക്രമമുണ്ടോ? അതുകൊണ്ടാണ് തഴവ് ഉസ്താദ് പറഞ്ഞത്, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്ന. നമ്മൾ അവസാനം പറയുക അല്ലാ ധിക്കരിച്ച് ചെയ്ത, അതായത് അല്ല കാണുന്നുണ്ടാ അല്ലേ? നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ല കാണുന്നുണ്ടെന്ന്, എന്നിട്ടും ചെയ്ത അല്ല കണ്ട എനിക്കൊരു ചുക്കുമില്ല. അതന്നെ നമ്മൾ ചിന്തിച്ചു വയ്ക്കുക സഹോദര. ഏറ്റവും വലിയ പാപം എന്തെന്നറിയോ? നമ്മളൊന്നും ശിർക്കൊന്നും ചെയ്യൂല. നിങ്ങൾ ചിന്തിച്ചേ, ഏറ്റവും വലിയ പാപം നമ്മൾ വീടിനകത്ത് ആരും കാണാതെ ഇരുന്നൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മൊബൈലിനോട് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആരെങ്കിലും വരുന്ന ശബ്ദം കേട്ടാൽ അപ്പം എടുത്ത് മാറ്റും. പാപ്പയോ ഉമ്മയോ ആരെങ്കിലും നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത് കണ്ടാൽ ഉടനെ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു മാറും. ആ മനുഷ്യന്റെ വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. കേവലം ഒരു മനുഷ്യൻ കയറി വന്നപ്പോൾ നീ ഇവൻ ഇത്രയും ഭയന്നു. നീ അള്ളാഹ്ക്ക് കൊടുത്ത സ്ഥാനം ആലോചിച്ച് നോക്കിയേ. അള്ളാഹ്ക്ക് ഒരു വിലയും നീ കൊടുത്തില്ലല്ലോ. ഇത്ര വലിയ പാവ സഹോദരൻ. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത് ചിന്തിക്കാത്തതാ. അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് പാവങ്ങൾ ചെയ്യാൻ തോന്നുകയാണ്, ഇപ്പോഴും ഞാൻ നശിച്ചു, എൻ്റെ തെറ്റിലേക്ക് ഞാൻ പോകാം, എന്താ വഴി? മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു, പറയടാ മോനെ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. മോനെ, അള്ളാഹിനെ കുറിച്ചുള്ള അല്ല കാണുന്നുണ്ട്, അള്ളയാ സാക്ഷി, വേറെ ആരുമല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റുകൾ നിത്യം ഇവിടെ ചെയ്യാത്ത ആരുമില്ല സഹോദരൻ. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. ഈ പ്രസംഗിക്കണ എൻ്റെ തനി സ്വഭാവം. ഞാനിങ്ങനെ എല്ലാവരും വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് മുത്താൻ വരും. ഈ ഉസ്താദന്മാരൊക്കെ ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ളവർ വരെ. ഞാൻ എൻ്റെ റബ്ബേ, എൻ്റെ സ്വഭാവം എന്താണെന്ന് അള്ളാഹ്ക്ക് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. പറമനുഷ്യന്മാരല്ല കാക്കുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മൾ ചിന്തിക്കേണ്ടതാ. നമ്മുടെ യഥാർത്ഥ പാപങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ആരും അറിയുന്നില്ല. നമ്മൾ ചിന്തിക്കുക. അള്ളാനെ പയ്യില്ലല്ലോ നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുക. അള്ളാനെ ഭയക്ക്. അള്ളാനെ ഭയന്ന് ജീവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലം അല്ലാഹ് നമുക്ക് തരുന്നു. എല്ലാവരും പാപം ചെയ്യുന്നവരെ, ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഈ ചെയ്ത പാപമൊക്കെ ചുമക്കരുത്, അത് ഇറക്കി വെക്കണം. അത് എത്ര വലിയ പാപമാണെങ്കിലും അള്ളാഹുടെ മുന്നിൽ പറഞ്ഞ് നന്നാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരിമാരെ, 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിച്ച്, അടുത്ത് ഇവിടെ വഴുതൽ വന്നിട്ട് ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറിപ്പോവാ. ജനശതാബ്ദിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ, ഞാനിങ്ങനെ റെയിൽവേ ഇറങ്ങിപ്പോവാ. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു മുസ്ലിം താത്ത ഇരിക്കുക. ഈ താത്ത കരയുക. എൻ്റെ അപ്പുറത്തെ സീറ്റിലിരിക്കണ ഒരു താത്ത ഇങ്ങനെ കരയുന്നുണ്ട്. ഗ്ലാസ്സിൽ കൂടെ കാണാൻ ഇടയ്ക്ക് മൂക്കൊക്കെ ഇങ്ങനെ പിഴിയാ. സാധു പടച്ചനെ, നമ്മൾ വിചാരിച്ചു വല്ല സങ്കടം എന്താ അപ്പ, വല്ല അസുഖമോ അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിലോ മരണ വീട്ടിലോ പോകാനും. അവസാനം ഇറങ്ങിപ്പോകുമ്പോഴാണ് അറിയണം ഈ താത്ത സീരിയൽ കണ്ടിട്ട് കരയാപ്പ. ഒന്ന് ആലോചിക്ക. ട്രെയിൻ, വല്ലാഹി കള്ളം പറഞ്ഞല്ല, പടച്ചവനും 10-30 വയസ്സ് താത്ത ട്രെയിനിൽ ഇരുന്നിട്ട് മൂക്ക് വരെ ഇങ്ങനെ പിഴിയാ. സാധു അല്ലാഹു അഅലം. എന്താപ്പാ നിങ്ങളെ ചിരിക്കണത് ഇല്ലേ?
നിങ്ങൾ കരയണതോ ആരും കാണുന്നില്ല. ആ കരച്ചിൽ അള്ളാനെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് തെറ്റുകൾ ചെയ്യാൻ അള്ളാനെ ഭയക്കടോ ചങ്ങാതി. റബ്ബിനെ നമുക്ക് തൗബ ചെയ്യാൻ സമയം കിട്ടൂലല്ലോ. തൗബയുടെ വാതിലടഞ്ഞു പോയാൽ അതുകൊണ്ടാ പറഞ്ഞത് എല്ലാ ദിവസവും രാത്രി തൗബ ചെയ്തിട്ടുകൾ 6 കാര്യങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ